ഓം നമോ ഭഗവതേ സായിശരായ. ശ്രീ സത്യസായി ഭാഗവതം. മഹാസമാധിയോ ശരീരത്യാഗമോ? ഭഗവാൻ ബാബയുടെ ശരീരത്യാഗത്തെ മഹാസമാധി എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയോ? പലരും ചോദിക്കുന്നു. സമാധി എന്നതിന് സമാധീയതേ ചിത്തം അസ്മിൻ ഇതി സമാധി, മനസ്സിനെ ഇതിൽ നല്ലവണ്ണം പിടിച്ചു വച്ചിരിക്കയാൽ സമാധി. അവതാര പുരുഷൻ എപ്പോഴും സമാധിയിൽ തന്നെയാണ്. മഹാത്മാക്കൾ, പുണ്യപുരുഷന്മാർ തുടങ്ങിയവർ ശരീരം വിടുന്നതിനെ സമാധി എന്ന് പറയും. പക്ഷേ ശ്രീരാമ സമാധി, ശ്രീകൃഷ്ണ സമാധി എന്നൊന്നും പറയാറില്ല. ശരീരത്യാഗമെന്നോ സ്വധാമഗമനമെന്നോ മാത്രമേ പറയാറുള്ളൂ. പക്ഷേ വിവേകാനന്ദ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയ പുണ്യപുരുഷന്മാർ മഹാസമാധിയിൽ പ്രവേശിച്ചു എന്ന് പറയാറുണ്ട്. ഭഗവാൻ ബാബ സദാ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് താൻ ഭഗവാൻ എന്ന് തന്നെയാണ്. ഒരിക്കൽ പോലും ആ ഭാവത്തിൽ നിന്ന് കിടുകിട മാറിയിട്ടുമില്ല. അതിനാൽ ഭഗവാൻ ബാബയുടേത് മഹാസമാധിയല്ല, ശരീരത്യാഗം തന്നെയാണ്. കാരണം അവിടുന്ന് ഭഗവാനാണ്. എന്തേ സമ്പൂർണ്ണ അവതാരമായ സത്യസായി ബാബ ഇത്രയും ശരീരക്ലേശങ്ങൾ അനുഭവിച്ചു? ചിലർ ചോദിക്കുന്നു. ഏത് മഹാപുരുഷന്മാരുടെ ചരിതം പഠിച്ചാലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ദിവ്യതയുടെ അളവുകോൽ എന്ന അധ്യായത്തിൽ ഈ വിഷയം വിശദമായി പറയുന്നുണ്ട്. യേശുക്രിസ്തുവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ജീവിച്ചതും ജീവിതം അവസാനിപ്പിച്ചതും കൊടിയ ക്ലേശങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും ആയിരുന്നു. യേശുവിന്റെ കുരിശുമരണം ഏവർക്കും അറിയാമല്ലോ. ക്രിസ്തു ശിഷ്യന്മാരായ സെന്റ് മാത്യു വാൾ കൊണ്ടുള്ള വെട്ടേറ്റ് എത്തോപ്യയിൽ വെച്ച് മരിച്ചു. സെന്റ് മാർക്കിനെ അലക്സാണ്ട്രിയയിലെ തെരുവുകളിലൂടെ കുതിരകളാൽ കെട്ടി വലിച്ചിഴച്ച് വധിക്കുകയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ. സെന്റ് ജോണിനെ അതിക്രൂരമായി ഉപദ്രവിച്ചെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു. അത് ഈശ്വര നിശ്ചയം എന്നേ പറയേണ്ടു. കുരിശിൽ തലകീഴായി സെന്റ് പീറ്ററെ ആണിയടിച്ചു വധിക്കുകയാണത്രേ ഉണ്ടായത്. സെന്റ് ജെയിംസിനെ ജെറുസലേം പള്ളിയുടെ തെക്ക് കിഴക്ക് ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു. സെന്റ് പോളിനെയും അതിക്രൂരമായി ഉപദ്രവിച്ചു വധിച്ചു. പ്രവാചകനായ മുഹമ്മദ് നബിയും അക്കാലത്ത് എതിരാളികളാൽ പല വിധത്തിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അവർ എന്തിനൊക്കെ സഹിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈശ്വരേച്ഛ. ആ ദുരന്തങ്ങളെയൊക്കെ മറികടക്കാൻ അവർക്കാകുമായിരുന്നു. പക്ഷേ ഈശ്വരേച്ഛയ്ക്ക് അവർ വഴങ്ങി. എന്തുകൊണ്ട് ദുരിതങ്ങളെ തങ്ങളുടെ ദിവ്യശക്തിയാൽ നേരിട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, അവർ വന്നിരിക്കുന്നത് എന്തിനാണോ അതേ അവർ ചെയ്യൂ. മറ്റുള്ളതെല്ലാം അവർക്ക് നിസ്സാരം. അവതാര പുരുഷന്മാരുടെ, മഹത്തുക്കളുടെ, പുണ്യാത്മാക്കളുടെ ജീവിതവും സന്ദേശവും പഠിച്ചിട്ട് വേണം അവരുടെ ജീവിതത്തെ വിലയിരുത്താൻ. വികാരങ്ങളല്ല അവരുടെ പ്രവൃത്തിക്ക് പിന്നിലെ പ്രേരക ശക്തി. ലോകമംഗളത്തിനായി മാത്രം അവർ ശ്രമിക്കുന്നു. ആവശ്യമെങ്കിൽ പ്രതികരിക്കുന്നു, കോപിക്കുന്നു. ഭാരതത്തിലെ അവതാര പുരുഷന്മാർ നേരിട്ട ഭൗതിക ക്ലേശങ്ങളെ ദിവ്യതയുടെ അളവുകോൽ എന്ന അധ്യായത്തിൽ വായിക്കാം. ഓം തത്സത്ത്.